എറണാകുളം ലിസി ആശുപത്രിയിലെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരം. കൊല്ലം സ്വദേശിനിയായ 13 വയസ്സുകാരിയിൽ ഹൃദയം ഇടിച്ചു തുടങ്ങി. ശസ്ത്രക്രിയ അവസാനിച്ചത് പുലർച്ചെ 6:30-ന്. കുട്ടിയെ നിരീക്ഷണത്തിനായി ICUവിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്കമാലി സ്വദേശിയുടെ ഹൃദയമാണ് 13-കാരിക്ക് മാറ്റിവെച്ചത്. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഏവരും ആകാംക്ഷയോടെയും പ്രാർത്ഥനയോടെയും കാത്തിരുന്ന വാർത്ത തന്നെയാണ്. എന്തായാലും എറണാകുളം ലിസി ആശുപത്രിയിലെ ആ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരം എന്നുള്ള ശുഭകരമായ വാർത്ത തന്നെയാണ് ആദ്യ മണിക്കൂറുകളിൽ വരുന്നത്. 13 വയസ്സുകാരിയിൽ ഹൃദയം മിടിച്ചു തുടങ്ങിയിരിക്കുന്നു അല്ലേ? അതെ രോഹിണി, എല്ലാവരുടെയും പ്രാർത്ഥനകൾ സഫലമായി. 13 വയസ്സുകാരിയിൽ അങ്കമാലി സ്വദേശിയായിട്ടുള്ള 18 വയസ്സുകാരനായിട്ടുള്ള യുവാവിൻ്റെ ഹൃദയം ഇടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഹൃദയമാറ്റ ശസ്ത്രക്രിയ പൂർണ്ണ വിജയമെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി 48 മണിക്കൂർ പെൺകുട്ടി ICUവിൽ നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും. 5 മണിക്കൂറോളമാണ് ഈ സങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയ നീണ്ടത്. 1:25-ന് തന്നെ ഈ ഹൃദയം മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയ ലിസി ആശുപത്രിയിൽ ആരംഭിച്ചിരുന്നു. 6:30യോടുകൂടി ശസ്ത്രക്രിയ പൂർത്തീകരിക്കാൻ സാധിച്ചു. എന്തായാലും ഹൃദയം ഇടിച്ചു തുടങ്ങി എന്നുള്ള ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ഇനി 48 മണിക്കൂർ നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും കുട്ടി ഉണ്ടാകുക. 1 മണിയോടുകൂടി, പുലർച്ചെ 1 മണിയോടുകൂടിയാണ് അങ്കമാലി LFൽ നിന്നും ഹൃദയം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അവിടെ നിന്നും വാഹനം പുറപ്പെട്ടത്. എന്തായാലും 1:25-ന് ഇവിടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കൃത്യമായിട്ടുള്ള ഇടപെടലും ഒപ്പം തന്നെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും തന്നെയാണ് ഈ ഒരു ദൗത്യം വിജയിക്കാനായിട്ടുള്ള കാരണമായിട്ട് പറയേണ്ടത്. ആദ്യഘട്ടത്തിൽ ഒരു പ്രതിസന്ധിയായിട്ട് നിലനിന്നിരുന്നത് ഹെലികോപ്റ്റർ ലഭ്യമല്ലായിരുന്നു എന്നുള്ള കാര്യമാണ്. പക്ഷേ അത് ഒരു ഏക പോംവഴിയായിട്ട് അന്നേരം ഉണ്ടായിരുന്നത് വന്ദേ ഭാരത് എന്നുള്ള ഒരു മാർഗമായിരുന്നു. അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചു. 7 മണിയോടുകൂടി പെൺകുട്ടിക്ക് കൊല്ലത്ത് നിന്നും എറണാകുളത്തേക്ക് എത്താൻ സാധിച്ചു. 7 മണിക്ക് എത്തി. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇവിടേക്ക് ലിസി ആശുപത്രിയിലേക്ക് ആംബുലൻസ് സംഘം കുട്ടിയുമായിട്ട് ഇവിടെ എത്തി. ഉടൻ തന്നെ 2ാം ഘട്ട പരിശോധനകളിലേക്ക് കടന്നു. അതേ സമയത്ത് തന്നെ മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി സ്വദേശിയായിട്ടുള്ള ബിൽജിത്ത് എന്ന 18 വയസ്സുകാരൻ്റെ പരിശോധനകൾ, അതായത് അവസാനഘട്ട മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിന് ശേഷമുള്ള ചില പരിശോധനകൾ കൂടി ഉണ്ടായിരുന്നു. അതും പൂർത്തിയാക്കുകയും 10 മണിയോടുകൂടി മറ്റു കാര്യങ്ങൾ അങ്കമാലി LF ആശുപത്രിയിൽ നടക്കുകയും ചെയ്തിരുന്നു. 1 മണിയോടെ അവിടുന്ന് ഹൃദയം പുറപ്പെട്ടു. എന്തായാലും കൃത്യമായിട്ടുള്ള ഇടപെടലുകളും ഒപ്പം തന്നെ എല്ലാവരുടെയും പ്രാർത്ഥനകളും സഫലീകരിച്ചിരിക്കുന്നു. അഞ്ചൽ സ്വദേശിനിയായിട്ടുള്ള 13 വയസ്സുകാരിയാണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയായിട്ടുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുട്ടി ചികിത്സയിലായിരുന്നു. പക്ഷേ അവയവമൊന്നും തന്നെ ലഭ്യമായിരുന്നില്ല. അതിനിടയിലാണ് അങ്കമാലിയിൽ അപകടത്തിൽ ഈ 18 വയസ്സുകാരായിട്ടുള്ള ബിൽജിത്ത് മരിക്കുന്നത്. ബിൽജിത്തിൻ്റെ 6 അവയവങ്ങൾ നിലവിൽ ദാനം ചെയ്തിട്ടുണ്ട്. ബിൽജിത്തിൻ്റെ ഹൃദയം നിലവിൽ അഞ്ചൽ സ്വദേശിനിയായിട്ടുള്ള ആവണിയിൽ മേടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുട്ടി നിരീക്ഷണത്തിൽ തുടരുകയാണ്. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഏറെ ആശ്വാസകരവും സന്തോഷവും നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്.